അപ്പോൾ എന്നെ ഒരുപാട് അട്രാക്റ്റ് ചെയ്ത ഒരു കഥയാണ് ഡോക്ടർ ഡെന്നിസ് ലാമൻ്റെത്. പുള്ളിക്കാരൻ അതിപ്രശസ്തനായ ഒരു മെഡിക്കൽ ഓങ്കോളജിസ്റ്റാണ്. പുള്ളിക്കാരൻ്റെ കോൺട്രിബ്യൂഷൻ എത്ര പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് മറക്കാൻ കഴിയില്ല. നമുക്കൊരു രോഗിയുടെ രോഗം ക്യൂർ ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം പ്രത്യേക സന്തോഷമാണ്. കാരണം പുള്ളിക്കാരൻ ആ ഒരു കോൺട്രിബ്യൂഷൻ, ആ ഒരു സാക്രിഫൈസ് ലോകത്താകമാനമുള്ള ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സയെ മാറ്റിമറിച്ചിട്ടുണ്ട്. സ്തനത്തിലൊരു ക്യാൻസർ വന്നാൽ നമ്മൾ ആദ്യം അതിൻ്റെ ഒരു ബയോപ്സി എടുക്കുന്നതാണ് പ്രഥമമായിട്ട് നമ്മൾ ചെയ്യുന്ന മാമോഗ്രഫിക്ക് ശേഷം. ഞാനിപ്പോൾ എൻ്റെ രോഗികളടുത്ത് പറയാറുണ്ട്, ഈ ക്യാൻസർ ഒരു പാവമാണോ ദുഷ്ടനാണോ എന്ന് നോക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരാളുടെ ഉള്ളിലേക്ക് നോക്കുന്നത് പോലെ തന്നെയാണ് ബയോപ്സി ചെയ്യുന്നത്. ക്യാൻസറിൽ തന്നെ പാവവും ദുഷ്ടനും ഉണ്ട്. ഈ ക്യാൻസർ സെല്ലുകളിലുള്ള ചില റിസപ്റ്റേഴ്സിനെയും മ്യൂട്ടേഷൻസും വെച്ചിട്ടാണ്. അപ്പോൾ അതിലൊന്നാണ് ഈസ്ട്രജൻ റിസപ്റ്റർ, രണ്ടാമതുള്ളതാണ് പ്രൊജസ്ട്രോൺ റിസപ്റ്റേഴ്സ്. അപ്പോൾ ഒരു കാലത്ത് ഈ കീമോതെറാപ്പി ഒക്കെ കൊടുത്തതിന് ശേഷവും ട്യൂമർ വലുതാവുകയും ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അന്നാണ് ടാർഗറ്റഡ് തെറാപ്പിയെക്കുറിച്ച് ലോകം ചിന്തിച്ചു തുടങ്ങി. നിങ്ങൾക്കൊരു ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായാൽ ഒരു ബയോപ്സി എടുക്കാൻ ഭയപ്പെടേണ്ട കാര്യമില്ല. ബയോപ്സി എടുത്ത് ക്യാൻസർ ആയാൽ അത് പാവം ക്യാൻസർ ആവാനും സാധ്യതയുണ്ട്. ഇപ്പോൾ കറക്റ്റായ ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കപ്പെടുന്നത് ഇമ്മ്യൂണോഹിസ്റ്റോകെമിസ്ട്രിയും സ്റ്റേജും അതുപോലെ തന്നെ അതിൻ്റെ സ്പ്രെഡും അനുസരിച്ചാണ്. പക്ഷേ ഇന്നൊരു ബ്രസ്റ്റ് ക്യാൻസർ വന്നാൽ ആ ബ്രസ്റ്റ് ക്യാൻസർ മുഴയ്ക്കും ഫോക്കസ് ചെയ്തിട്ട് കീമോതെറാപ്പിയിലൂടെ ഒന്നുകൂടെ സ്പെസിഫിക് ആയി പറഞ്ഞാൽ ഏത് തരത്തിലുള്ള ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് കണ്ടെത്തി അതിൽ റിസപ്റ്ററിനെ കണ്ടെത്തി അതിനുവേണ്ടിയുള്ള അതിനുള്ള ടെസ്റ്റുകൾ ഇപ്പോൾ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ തെറാപ്പിയെ പേഴ്സണലൈസ് ക്യാൻസർ കെയർ എന്ന് പറയുന്നത്. കൊയിലോൺ സ്കാൻസ് വെൽനസ് വാച്ചിലേക്ക് സ്വാഗതം. ഡോക്ടർ ആരോമൽ ചേവകർ. നിങ്ങളൊരിക്കലും ആ പേരും മറക്കത്തുള്ളതെന്ന് നല്ലപോലെ എനിക്കറിയാം. ഡോക്ടർ ഞാൻ പറഞ്ഞ പോലെ ഒരു എൻഡോക്രൈൻ സർജനാണ്. ധാരാളം സർജറി മാത്രം ചെയ്ത് മുന്നോട്ട് പോകുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് സർജറീസ് മണിക്കൂറോളം നിന്ന് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. ഡോക്ടർ ആരോമൽ ചേവറിനെ നമ്മുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹലോ സർ. എനിക്കൊന്നും ചോദിക്കാനില്ല, സിനിമാ കഥ പറയാമെന്നാണ് പറഞ്ഞത്, അതങ്ങ് പറഞ്ഞാൽ മതി, എന്നിട്ട് ഞാൻ ചോദിക്കും. സാറ് ഇപ്പോൾ ഈ മാസം ക്യാൻസർ അവയർനെസ്സിൻ്റെ മാസമാണ്. അപ്പം എപ്പോഴും കൂടുതൽ രോഗികളും ചോദിക്കാറുണ്ട്, എപ്പോഴും പേടിപ്പെടുത്തുന്ന കഥകളാണല്ലോ, എപ്പോഴും ഞങ്ങളുടെ ക്യാൻസർ ലക്ഷണങ്ങളാണല്ലോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, എന്തുകൊണ്ടാണ് ക്യാൻസർ ലക്ഷണങ്ങളിൽ ഈ ഡോക്ടർമാർ അവയർനെസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ക്യാൻസർ കണ്ടുപിടിക്കാനാണ്. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഒന്ന് മാറ്റിപ്പിടിക്കാം. അതായത് ഒന്ന് മാറ്റിപ്പിടിക്കുന്നുണ്ടെങ്കിലും ഈ ക്യാൻസർ റിസർച്ച് നടന്നിട്ടുള്ളത്, ട്രാൻസ്ലേഷണൽ ക്യാൻസർ റിസർച്ച് നടന്നിട്ടുള്ളത് ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ സാക്രിഫൈസസ് ഉണ്ട്. അവരുടെ ടൈം ആൻഡ് എഫർട്ട്, വർഷങ്ങൾ നീണ്ട എഫർട്ട് ഉണ്ട്. അപ്പോൾ എന്നെ ഒരുപാട് അട്രാക്റ്റ് ചെയ്ത ഒരു കഥയാണ് ഡോക്ടർ ഡെന്നിസ് ലാമൻ്റെത്. പുള്ളിക്കാരൻ അതിപ്രശസ്തനായ ഒരു മെഡിക്കൽ ഓങ്കോളജിസ്റ്റാണ്. പുള്ളിക്കാരൻ്റെ കോൺട്രിബ്യൂഷൻ എത്ര പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് മറക്കാൻ കഴിയില്ല. ലോകത്താകമാനമുള്ള ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ഒരുപാട് പേര് ട്രീറ്റ് ചെയ്യാറുണ്ട്, രോഗം ക്യൂർ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കൊരു രോഗിയുടെ രോഗം ക്യൂർ ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം ഒരു പ്രത്യേക സന്തോഷമാണ്. ഇപ്പം ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഡെന്നിസ് ലാമന് കിട്ടിയിട്ടുള്ള സന്തോഷം ലോകത്താകമാനമുള്ള ലക്ഷോപലക്ഷം സ്ത്രീകളുടെ സന്തോഷമായിരിക്കും. കാരണം പുള്ളിക്കാരൻ്റെ കണ്ടെത്തലിന് കാരണമായത് പുള്ളിക്കാരനെ കുറിച്ച് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ഈ ഡോക്ടറെ കുറിച്ച്. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിച്ചത് എൻ്റെ വ്യൂവേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണണം. കാരണം പുള്ളിക്കാരൻ ആ ഒരു കോൺട്രിബ്യൂഷൻ, ആ ഒരു സാക്രിഫൈസ് ലോകത്താകമാനമുള്ള ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സയെ മാറ്റിമറിച്ചിട്ടുണ്ട്. ഈ ഡെന്നിസ് ലാൽമൻ കണ്ടുപിടിച്ച മരുന്നെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മൾ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നൊരു പേരാണ് ഹെർസെപ്റ്റിൻ. ഈ ഹെർസെപ്റ്റിൻ എന്നുള്ള മരുന്ന് സാധാരണ നമ്മൾ പണ്ട് കാലത്ത് ക്യാൻസർ ബ്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ കീമോതെറാപ്പി ഡ്രഗുകളായിരുന്നു കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത്, സ്തനാർബുദത്തിന്. അപ്പോൾ പ്രധാനമായും സ്തനത്തിലൊരു ക്യാൻസർ വന്നാൽ നമ്മൾ ആദ്യം അതിൻ്റെ ഒരു ബയോപ്സി എടുക്കുന്നതാണ് പ്രഥമമായിട്ട് നമ്മൾ ചെയ്യുന്ന മാമോഗ്രഫിക്ക് ശേഷം. അപ്പോൾ ഇതിനെ നമ്മൾ പരിശോധിക്കാൻ എടുക്കുമ്പോൾ നമ്മളെപ്പോഴും, ഞാനിപ്പോൾ എൻ്റെ രോഗികളടുത്ത് പറയാറുണ്ട്, ഈ ക്യാൻസർ ഒരു പാവമാണോ ദുഷ്ടനാണോ എന്ന് നോക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരാളുടെ ഉള്ളിലേക്ക് നോക്കുന്നത് പോലെ തന്നെയാണ് ബയോപ്സി ചെയ്യുന്നത്. ക്യാൻസറിൽ തന്നെ പാവവും ദുഷ്ടനും ഉണ്ട്. അതെ, ബ്രസ്റ്റ് ക്യാൻസറിനെ പല രീതിയിൽ തരംതിരിക്കാം. ആ ഒരു റിസർച്ചിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത മനുഷ്യനാണ് ഈ ഡെന്നിസ് ലാമൻ. UCLA പ്രൊഫസറാണ്, അവിടുത്തെ മേധാവിയാണ് അദ്ദേഹം ഇപ്പോഴും. അപ്പോൾ ഡെന്നിസ് ലാൽമനെ കുറിച്ചൊരു
ദി ലിവിങ് പ്രൂഫ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. പുള്ളിക്കാരന് റിസർച്ച് തുടങ്ങും. നമുക്ക് ആ റിസർച്ചിൻ്റെ കഥ പറയാം. അപ്പം ഞാൻ പറയുകയുണ്ടായി, ബ്രസ്റ്റിലെ ക്യാൻസറിന് തരാതരമായി തരംതിരിക്കുന്നത് അതിനകത്ത് റിസപ്റ്റേഴ്സിനെ നോക്കിയാണ്. ഇപ്പം നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ പാവം ക്യാൻസർ, ദുഷ്ടൻ ക്യാൻസർ, പരമദുഷ്ടൻ ക്യാൻസർ എന്ന് നമുക്ക് ഗ്രോസായി തരംതിരിക്കും, പച്ച മലയാളത്തിൽ ആൾക്കാർ മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ അത് ഡിസൈഡ് ചെയ്യുന്നത് ഈ ക്യാൻസർ സെല്ലുകളിലുള്ള ചില റിസപ്റ്റേഴ്സിനെയും മ്യൂട്ടേഷൻസും വെച്ചിട്ടാണ്. അപ്പോൾ അതിലൊന്നാണ് ഈസ്ട്രജൻ റിസപ്റ്റർ, രണ്ടാമതുള്ളതാണ് പ്രൊജസ്ട്രോൺ റിസപ്റ്റേഴ്സ്. നമുക്കൊക്കെ അറിയാം ഒരു പരിധി വരെ ബ്രസ്റ്റ് ക്യാൻസറുകൾ ഹോർമോൺ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഈ ഈസ്ട്രജൻ റിസപ്റ്റർ, പ്രൊജസ്ട്രോൺ റിസപ്റ്റർ ഉള്ള ട്യൂമറുകൾ ഹോർമോണിൻ്റെ അനുപാതത്തിനനുസരിച്ച് വളരെയധികം ചെറുതാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് HER2 റിസപ്റ്റർ. അത് എപ്പിഡെർമൽ ഗ്രോത്ത് ഫാക്ടർ റിസപ്റ്ററാണ്. അപ്പോൾ ഒരു കാലത്ത് ഈ കീമോതെറാപ്പി ഒക്കെ കൊടുത്തതിന് ശേഷവും ട്യൂമർ വലുതാവുകയും ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അന്നാണ് ടാർഗറ്റഡ് തെറാപ്പിയെക്കുറിച്ച് ലോകം ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ ഈ ടാർഗറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്യൂമറിനകത്തുള്ള ഇതിൻ്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ഈ പ്രശ്നക്കാരെ കണ്ടുപിടിക്കുക. അപ്പോൾ അതിനകത്ത് HER2 ഞാൻ പറഞ്ഞ ഈ HER2 സെൽസിൻ്റെ കാര്യം പറയാം. അതെ, അപ്പോൾ ഈ HER2 ജീനാണ് ആ പ്രോട്ടീൻ ഉണ്ടാക്കുന്നതും അത് വളർച്ചയ്ക്ക് കാരണമാകുന്നതും, ക്യാൻസർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു സ്ലാമൻ ഇസ് എ ഫേമസ് സയൻറ്റിസ്റ്റ്. അവരുടെ കണ്ടെത്തലുകളാണ് ഈ HER2 ജീനെ കുറിച്ച് കണ്ടെത്തിയത്. അപ്പോൾ അവരെന്ത് മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ HER2 പോസിറ്റീവായിട്ടുള്ള ട്യൂമറുകൾ കുറച്ചും കൂടെ അഗ്രസീവാണ്, പ്രശ്നക്കാരാണ്, പെട്ടെന്ന് വളരുന്നതാണ്, പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഞാനൊരു റിസർച്ചർ ആയതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് നിർത്തും. കാര്യം ഞാനൊരു വലിയ കണ്ടുപിടുത്തം കണ്ടുപിടിച്ചു, HER2 ഒരു മോശം ഡിസീസാണെന്ന് മനസ്സിലാക്കി. പക്ഷേ ഒരുപാട് രോഗികൾ സ്പ്രെഡ് ചെയ്ത് മരണത്തിലേക്ക് അന്ന് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഡെന്നിസ് ലാമനും ടീമും അതിലേക്കൊരു മരുന്നിനെക്കുറിച്ച് ഗവേഷണം ചെയ്യാൻ തുടങ്ങി. അന്ന് ആ കാലത്ത് ജീൻടെക് എന്നുള്ളൊരു കമ്പനി, ആ കമ്പനിയാണ് ഒരു മൗസ് പ്രോട്ടീൻ ബേസ് ചെയ്തിട്ട് ഈ ജീനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന, ഈ ജീനിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു മരുന്ന് കണ്ടുപിടിച്ചു. ആ മരുന്നിന് പിന്നെ ഹെർസെപ്റ്റിൻ എന്നാണ് നമ്മൾ വിളിക്കാൻ തുടങ്ങി, അന്നത്തെ റിസർച്ച് മോളിക്യൂൾ. പക്ഷേ ഈ ഡെനിസ് ആൽമൺ രോഗികളുടെ കാര്യത്തിൽ വളരെ വികാരഭരിതനായിരുന്നു. അപ്പോൾ ഒരു രോഗിക്ക് കീമോതെറാപ്പി ഒക്കെ കൊടുത്തു, അവർക്ക് ഛർദിലുണ്ടായി, കൗണ്ട് കുറഞ്ഞു, മുടി കൊഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് രോഗം പ്രോഗ്രസ് ചെയ്യുകയാണ്, വേറൊരു വഴിയില്ലാന്ന് ഒരുപാട് പേഷ്യൻ്റ് അടുത്ത് പറയേണ്ടി വന്നിരുന്നു. അപ്പോൾ ഡെന്നിസ് ആൽമൺ കണ്ടുപിടിച്ചു ഈ HER2 പോസിറ്റീവാണ് ഇതിന് ഒരു പരിധി വരെ കാരണം ആവുന്നതെന്ന് മനസ്സിലാക്കി. ഈ മൗസ് പ്രോട്ടീൻ ബേസ്ഡ് ആയിട്ടുള്ള ജനറ്റിക് റിസർച്ച് മോളിക്യൂൾ ഇതിന് ഉപയോഗിക്കാമെന്ന് ഈ ഡോക്ടറിന് തോന്നി. പക്ഷേ അന്ന് അവർ നടന്ന ടാർഗറ്റഡ് തെറാപ്പി, അപ്പോൾ ഇതിന് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ കീമോതെറാപ്പി മരുന്നുകൾ ഡിവൈഡ് ചെയ്യുന്ന എല്ലാ സെല്ലുകളെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ട്യൂമറിനെ എഫക്റ്റ് ചെയ്യും, ശരീരത്തെ സെല്ലിനെ എഫക്റ്റ് ചെയ്യും, അപ്പോൾ ടോക്സിസിറ്റി കൂടുതലാണ്. പക്ഷേ ഈ ടാർഗറ്റഡ് തെറാപ്പിയുടെ ഗുണം ഈ HER2 ജീനെ മാത്രമേ ഇത് എഫക്റ്റ് ചെയ്യൂ. അപ്പോൾ ടോക്സിറ്റി ലെവൽ കുറവാണ്. അതുപോലെ ഈ HER2 പോസിറ്റീവായിട്ടുള്ള ട്യൂമറുകളിൽ ഇത് എഫക്റ്റീവ് ആണെന്ന് ഡെന്നിസ് ആൽമന് തോന്നി. പക്ഷേ ഈ കണ്ടുപിടിച്ച കമ്പനിക്ക് അത്രയും കോൺഫിഡൻസ് ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. ഈ മരുന്നിലേക്ക് അവരുടെ റിസർച്ചിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ ഡെന്നിസ് ആൽമൺ ഒരുപാട് കഷ്ടപ്പെട്ടു. പുള്ളിക്കാരൻ അതിന് വേണ്ടിയിട്ട് റിസർച്ചിന് വേണ്ടി ഫണ്ട് റേസ് ചെയ്യാൻ തുടങ്ങി. ഒരു സാധാരണ ഡോക്ടർ ചെയ്യുന്നതല്ല, ഫണ്ടിങ് ഏജൻസികളിൽ റിക്വസ്റ്റ് ചെയ്ത് ഫണ്ട് റേസ് ചെയ്തു. അപ്പം ഒരു 10-12 വർഷത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഓരോ മരുന്നിനും നമ്മളൊരു മാർക്കറ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഫേസസ് ഓഫ് ട്രയൽ ഉണ്ട്. phase 1, phase 2, phase 3. ഇതിന് ശേഷമാണ് നമ്മൾ മാർക്കറ്റിലേക്ക് FDA അപ്രൂവൽ കിട്ടുന്നത്. ഓരോ ട്രയലിൽ ഓരോ ദിവസങ്ങളും ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആദ്യം കമ്പനി ബാക്കപ്പ് ചെയ്തില്ല, അതിനുള്ള ഫണ്ട് റേസ് ചെയ്തു, phase 1 ചെയ്തു, phase 2 ചെയ്തു, phase 3 ചെയ്തു. ഇതിനിടയിൽ ഒരു 10-12 വർഷം കടന്നുപോയി. ഓരോ ദിവസവും ഡെന്നിസ് ആൽമന് സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ഓരോ പേഷ്യൻറ്റിൻ്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു ഡെന്നിസ് ആൽമൺ. പക്ഷേ പുള്ളിക്കാരൻ അതിൽ വിജയം വരിച്ചു. അപ്പോൾ അതിൽ ഡെന്നിസ് ആൽമൺ ഉണ്ടാക്കിയ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ HER2 പോസിറ്റീവായിട്ടുള്ള പേഷ്യൻറ്റിൽ 50% കൂടെ ലൈഫ് കൂട്ടാനും ക്യൂർ റേറ്റ് കൂട്ടാനും ആദ്യകാലത്ത് ഏർലി ബ്രസ്റ്റ് ക്യാൻസറാണ്, മെറ്റാസ്റ്റാറ്റിക് ബ്രസ്റ്റ് ക്യാൻസറിൽ പോലും റിസൾട്ട് കിട്ടാനും ഇത് കാരണമായി. അങ്ങനെ അതിപ്രശസ്തമായ ഹീര ട്രയൽ ഉണ്ടായി. ഇപ്പോൾ ലോകത്താകമാനം രോഗികളിൽ ഇത് ഉപയോഗിക്കപ്പെടുന്നു. അപ്പോൾ കീമോതെറാപ്പി തന്നെ ഇപ്പോൾ ഒരു വളരെ വലിയ ശാഖയായിട്ട് ഈ ടാർഗറ്റഡ് തെറാപ്പി വളർന്നിരിക്കുന്നു. ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറഞ്ഞാൽ ഒരു ജീനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള മരുന്ന് കൊടുത്ത് ടോക്സിറ്റി കുറഞ്ഞ ട്രീറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് വളരെ മുന്നോട്ട് പോകാൻ ഈ ജെയിംസ് ആൽമണിൻ്റെ കോൺട്രിബ്യൂഷൻ ഹെൽപ്പ് ചെയ്തു. ഇന്ന് ജെയിംസ് ആൽമൺ സ്മരിച്ചുകൊണ്ട്, അപ്പോൾ നിങ്ങൾക്കൊരു ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായാൽ
ഒരു ബയോപ്സി എടുക്കാൻ ഭയപ്പെടേണ്ട കാര്യമില്ല. ബയോപ്സി എടുത്ത് ക്യാൻസർ ആയാൽ അത് പാവം ക്യാൻസർ ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ കറക്റ്റായ ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കപ്പെടുന്നത് ഇമ്മ്യൂണോ ഹിസ്റ്റോകെമിസ്ട്രിയും സ്റ്റേജും അതുപോലെ തന്നെ അതിൻ്റെ സ്പ്രെഡും അനുസരിച്ചാണ്. അപ്പോൾ ഇന്ന് ഒരുപാട് മെഡിക്കൽ രംഗം മുന്നോട്ട് പോയിരിക്കുന്നു. ഇതുപോലെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത ഡോക്ടേഴ്സുണ്ട്. അവരൊക്കെ നമ്മളെ സഹായിക്കാറുണ്ട്. നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ കീമോതെറാപ്പി പോലെ ഒന്ന് തന്നെയാണ് ടാർഗറ്റഡ് തെറാപ്പി. ഇപ്പോൾ ഈ ടാർഗറ്റഡ് തെറാപ്പിയുടെ പുതിയ പുതിയ രൂപങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങി. ടാർട്ട് തെറാപ്പി, കാർട്ടി തെറാപ്പി എന്നുള്ള രീതിയിൽ. അതൊക്കെ കോമൺ ആൾക്കാർക്ക് മനസ്സിലാവുന്നതുമല്ല. പക്ഷേ അതൊറ്റ കാര്യമാണ് ഇതിനകത്ത് പറഞ്ഞതിൽ നിന്ന് സാറിന് ആൾക്കാർക്ക് മനസ്സിലാവേണ്ടത്. ബാക്കി കുറേ കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു ഡോക്ടറുടെ ഇനിഷ്യേഷനിൽ പണ്ടൊക്കെ ജനറലായിട്ട് വെടിവെച്ചുകൊണ്ടിരുന്ന ഒരു ശത്രുവിനെ ആ ശത്രുവിനെ ഫോക്കസ് ചെയ്ത് അവിടെ മാത്രം ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ആ സെൽസിനെ നശിപ്പിക്കുന്ന ഒരു സിസ്റ്റം, അതാണ് ടാർഗറ്റ് തെറാപ്പി. ഈ കണ്ണടച്ച് വെടിവെക്കുന്ന ഒരു സിസ്റ്റത്തിൽ ഒരുപാട് ചുറ്റുപാടും ഇരിക്കുന്ന മറ്റവയവം കൂടെയാണ് നശിക്കുന്നത്. പക്ഷേ ഇന്നൊരു ബ്രസ്റ്റ് ക്യാൻസർ വന്നാൽ ആ ബ്രസ്റ്റ് ക്യാൻസർ മുഴയ്ക്കും ഫോക്കസ് ചെയ്തിട്ട് കീമോതെറാപ്പിയിലൂടെ ഒന്നുകൂടെ സ്പെസിഫിക് ആയി പറഞ്ഞാൽ ഏത് തരത്തിലുള്ള ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് കണ്ടെത്തി അതിൽ റിസപ്റ്ററിനെ കണ്ടെത്തി അതിനുവേണ്ടിയുള്ള അതിനുള്ള ടെസ്റ്റുകൾ ഇപ്പോൾ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ തെറാപ്പിയെ പേഴ്സണലൈസ് ക്യാൻസർ കെയർ എന്ന് പറയുന്നത്. ക്യാൻസർ ഏത് തരക്കാരനാണെന്ന് കണ്ടുപിടിക്കുക, ആ രോഗിയുടെ ഏജ് നോക്കുക, അതിൻ്റെ ഫെർട്ടിലിറ്റി സ്റ്റാറ്റസ്, അതായത് കുട്ടികളുണ്ടാകുന്ന പ്രായമാണോ എന്ന് നോക്കുക, അതുപോലെ പെർഫോമൻസ് സ്റ്റാറ്റസ്, അവർക്ക് ആരോഗ്യം എങ്ങനെയാണെന്ന് നോക്കുക, സ്പ്രെഡ് നോക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരാളുടെ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. സോ ഓരോ രോഗിക്കും അവരുടെ ക്യാൻസർ കെയർ പേഴ്സണലൈസ്ഡ് ആയിരിക്കും. അപ്പോൾ ക്യാൻസറിൽ നിന്ന് വിമുക്തി നേടാൻ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഏർലി ക്യാൻസർ ആണെങ്കിൽ പറ്റത്തില്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൈഫ് തിരിച്ച് കൊണ്ടുവരാൻ ഏർലി ക്യാൻസറുകളിൽ ക്യൂർ റേറ്റ് കൂട്ടാനും അതുപോലെ തിരിച്ചു വരാനുള്ള സാധ്യത കുറയ്ക്കാനും. ഇപ്പോൾ HER2 പോസിറ്റീവായ ഒരു ഏർലി ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ ഈ ഇഞ്ചെക്ഷൻ 1 വർഷത്തോളം കൊടുക്കും. 1 വർഷത്തോളം ഇതിന് പ്രൈമറി ട്രയൽ അനുസരിച്ച് 1 വർഷത്തോളം കൊടുക്കും. എല്ലാ മാസവും 21 ദിവസത്തിൽ 1 ദിവസം ഈ ഇഞ്ചെക്ഷൻ എടുക്കും. ഇതുകൊണ്ട് വലിയ ടോക്സിറ്റികൾ ഉണ്ടാവാറില്ല. എല്ലാ 4 സൈക്കിൾ കഴിയുമ്പോൾ എക്കോ ഒന്ന് ചെയ്ത് നോക്കണം. അതാണ് കൂടുതൽ. ആ ഇഞ്ചെക്ഷൻ എങ്ങനെയാണത്? സാധാരണ വെയിനുകളിലൂടെ കൊടുക്കുന്ന ഇഞ്ചക്ഷനാണ്. സാധാരണ കീമോതെറാപ്പി പോലെ വെയിനുകളിലെ വ്യത്യാസങ്ങളൊന്നും. പക്ഷേ അത് അവിടെ ആ പർട്ടിക്കുലർ ഏരിയയിൽ ആണ് എഫക്റ്റ് ചെയ്യത്തുള്ളൂ. അത് ഏർലി ബ്രസ്റ്റ് ക്യാൻസറിൽ ഈ ഹെർസെപ്റ്റിൻ കൊടുക്കുന്നതിനുള്ള ഗുണം തിരിച്ചു വരാനുള്ള സാധ്യത ഒരു 50% കുറയ്ക്കും. ഇനി മെറ്റാസ്റ്റാറ്റിക് ബ്രസ്റ്റ് ക്യാൻസറുമേൽ ക്യൂറിലോട്ടും പേഷ്യൻറ്റിൻ്റെ സർവൈവൽ കൂട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇതിന് സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടോ ഈ പറയുന്നത്? ഇതിന് ടാർഗറ്റഡ് തെറാപ്പിയിൽ എസ്പെഷ്യലി ട്രാൻസുസുമാബ് ഹെർസെപ്റ്റിൻ എന്നുള്ള മോളിക്യൂളിലുണ്ടാകുന്ന സൈഡ് എഫക്ട്സ് ഒന്ന് കാർഡിയാക് ഫെയിലിയറാണ്. വളരെ റെയറായിട്ട് കണ്ടുവരുന്നതാണ്. അപ്പം അതുകൊണ്ട് ഈ ഹെർസെപ്റ്റിൻ കൊടുക്കുന്നതിന് മുമ്പ് എക്കോ നോക്കും. എല്ലാ 4 സൈക്കിളിനിടയിലും 1 തവണ എക്കോ നോക്കും. അപ്പം അതിന് സാധാരണഗതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. പക്ഷെ അതിൻ്റെ ഗുണത്തെ വെച്ച് നോക്കുമ്പോൾ ഈ കോംപ്ലിക്കേഷൻ ഒരുപാട് ജീവിതങ്ങൾ രക്ഷപ്പെടുന്നു. ഇതിപ്പം ജനറലായിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് അല്ല, ഇത് ടാർഗറ്റഡ് ആണ്. അതാണ് ജനങ്ങളിലേക്ക് കൺവേ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഇതുപോലുള്ള ടാർഗറ്റഡ് ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ നമുക്ക് ആൾക്കാരെ ഒരുപാട് സേവ് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ ഇത് കൊടുക്കുന്നതുകൊണ്ടുള്ള മറ്റു കോംപ്ലിക്കേഷൻസ് കുറച്ചുകൂടെ കുറയാനും പറ്റുന്നുണ്ട്. അതാണ് ഈ ടാർഗറ്റഡ്. ഡെന്നിസ് ലാൽമൻ്റെ റിസർച്ച് ട്രാൻസുസുമാബിൽ ഒതുങ്ങിയില്ല. ER/PR പോസിറ്റീവ് അഡ്വാൻസ് ട്യൂമേഴ്സിലുള്ള സൈക്ലിൻ കൈനേസ് ഇൻഹിബിറ്റേഴ്സിലേക്കും ആ റിസർച്ച് എക്സ്റ്റെൻഡ് ആയി. എല്ലാ ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻറ്റും ഓർക്കേണ്ടുന്ന ഒരു പേരാണ് ഡോക്ടർ ഡെന്നിസ് ലാൽമൻ. എനിക്ക് തോന്നുന്നത് ഇതുപോലുള്ള ലെജൻസിനെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കൊണ്ടുവരികയും ആൾക്കാരിൽ ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിച്ച ഒരു ഡോക്ടറുടെ ഇൻവെൻഷനാണ്. നാളെ ഒരുപക്ഷെ ആരോമൽ ചേവകർ എന്ന് പറയുന്ന ആ പേരും ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു സൊല്യൂഷനുമായിട്ട് വരുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഈ ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യണം. ഇതിൽ അത്ര ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കല്ല. ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴേ ആൾക്കാർക്ക് ടെൻഷനാണ്. പക്ഷേ ഒരു ഏർലി ഡിറ്റക്ഷൻ ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് അല്ലേ ശരിക്കും പറയാം ഏറ്റവും സേഫസ്റ്റ് ക്യാൻസർ നമ്മൾ ബ്രസ്റ്റിനെ സംബന്ധിച്ച് ഏർലി ഡിറ്റക്ഷൻ ആണെങ്കിൽ പൂർണ്ണമായിട്ടും ആ ക്യാൻസറിൽ നമുക്ക് വിമുക്തി കിട്ടുകയാണ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ മെസ്സേജ് എല്ലാവരിലും എത്തിയും എല്ലാത്തരം ബ്രസ്റ്റ് മുഴകളും ഏതു തന്നെ ആയാലും നിങ്ങൾ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ സ്വയം എക്സാമിൻ ചെയ്യണമെന്നുള്ളതൊക്കെ ഇനിയും ടോപ്പിക്കുകളിൽ നമ്മൾ പറയും. ആ എക്സാമിൻ ചെയ്തിട്ട് ഒരു ഗ്രോത്ത് കണ്ടു കഴിഞ്ഞാൽ ഇഗ്നോർ ചെയ്യരുത്, മറച്ചു വെക്കരുത്. ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഡോക്ടറെ അടുത്ത് പോയി
ആ മുഴ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അപ്പോഴേ മാറ്റുവാണെങ്കിൽ ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതല്ല പ്രോബ്ലംസ് ഉള്ളതാണെങ്കിൽ പോലും ആ സ്റ്റേജിൽ വേറെ എങ്ങും സ്പ്രെഡ് ചെയ്യുന്നതിന് മുമ്പ് കിട്ടുവാണെങ്കിൽ വേറെ ഏത് ക്യാൻസറിനേക്കാളും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണെന്നും ഇതുപോലുള്ള അഥവാ ഉണ്ടെങ്കിൽ തന്നെ ആ ടാർഗറ്റിൽ പോയി അതിന് മരുന്ന് ആക്ട് ചെയ്ത് അതിനെ ആളിനെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു തെറാപ്പി ഒരു സിസ്റ്റം ഉണ്ടെന്നുള്ളതാണ് ഡോക്ടറിലൂടെ എല്ലാവരും അറിയപ്പെടുന്നത്. ഡോക്ടർ ഡെന്നിസ് അല്ലേ, സ്ലാമൻ. ഡെന്നിസ് അദ്ദേഹത്തിൻ്റെ ആ വലിയ പ്രവൃത്തി കൊണ്ട് ഒരുപാട് പേർക്ക് പ്രയോജനമുണ്ടായി. ഇതുപോലുള്ള പുതിയ കഥകളും ഇതുപോലുള്ള സിനിമാ കഥകളും ഒക്കെ ആയിട്ട് ഡോക്ടർ ആരോമൽ വീണ്ടും വരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അതെല്ലാം കണക്റ്റഡാണ്. ഇനിയും നമുക്ക് ക്യാൻസറിൻ്റെ ബോഡി സയൻസിനെ കുറിച്ച് നമുക്ക് ഇനി കുറേ ചെയ്യാനുണ്ട്. നമുക്ക് ഒരുപാട് ബ്രസ്റ്റ് ക്യാൻസർ കൂടി വരികയാണ്. അപ്പോൾ ആ ഏരിയയിൽ എങ്ങനെ നമുക്ക് ഏത് ഏജിൽ എങ്ങനെ കണ്ടുപിടിക്കാം, ബോഡി തരുന്ന വാർണിംഗ് സൈൻസ് എന്തൊക്കെയാണ്, അതൊക്കെയായിട്ട് നമുക്ക് ഇനിയൊരു എപ്പിസോഡിൽ മുന്നോട്ട്. ഇത്രയും ബിസി ഷെഡ്യൂളിൽ എല്ലാ ദിവസവും സർജറി ചെയ്യുന്ന പല സ്ഥലങ്ങളിൽ പോയി സർജറി ചെയ്യുന്ന ഡോക്ടർ ഈ സമയം കണ്ടെത്തി ഇതിലേക്ക് വരുന്നത് ഒരു കമ്മിറ്റ്മെൻറ്റാണ്. നിങ്ങളിലൊരു റിസർച്ചർ ഇങ്ങനെ ഉണ്ടെന്നും അറിയാം. അത് വലുതാക്കുക, ഏറ്റവും ബെസ്റ്റായിട്ട് അറിയപ്പെടുന്ന ഒരു ഡോക്ടറായി ഈ മേഖലയിലും വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.